ഗുഡ് മോർണിംഗ്. ടൈം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. യൂഷ്വലി ഞാൻ സൺഡേസിലൊക്കെ ലേറ്റായിട്ടാണ് എണീക്കാറ്. ഒരു 11 മണിയെങ്കിലാവും. എന്നിപ്പോൾ ചെറിയൊരു പണിയില്ലോണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റത്. 10 വർഷമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു കാര്യമുണ്ട്. അത് ഞാനൊന്ന് ചെയ്യാൻ പോവാണ്. അത് വേറൊന്നുമല്ല, കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിക്കാമെന്നുള്ളതാണ്. എന്തൊക്കെയോ റീസൺസ് കൊണ്ടോ പിന്നെ ഞാൻ നാളെ ചെയ്യാന്നുള്ള ആ ഒരു ഇതുകൊണ്ടോ അതിങ്ങനെ നീണ്ടുപോയി. അപ്പം ഞാനൊന്ന് രണ്ടും കൽപ്പിച്ചിട്ട് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വ്രതമൊക്കെ എടുത്ത് ഭഗവാനൊക്കെ ഒന്ന് തൊഴുത് വരയ്ക്കാനിരിക്കുകയാണ്. ഗുരുവായൂർ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ചിത്രം കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഒരു നല്ല റെഫറൻസ് എടുത്തിട്ട് വരയ്ക്കാൻ തുടങ്ങി. കമ്പനിക്ക് ഒരു കുട്ടി കൃഷ്ണയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ആദ്യം ഞാനൊരു പേപ്പറിലേക്ക് സ്കെച്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ അതൊരു ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് ഡേ ഞാൻ സ്കെച്ച് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പെയിൻറ്റിങ് പിറ്റേ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആക്രിലിക് പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. റെഫറൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് അത്യാവശ്യം സിമ്പിളാണല്ലോ, പെട്ടെന്ന് വരയ്ക്കാമെന്നൊക്കെ. പക്ഷേ വരച്ചങ്ങോട്ട് പെയിൻറ്റ് ചെയ്ത് പകുതി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഒറ്റ സ്ട്രെച്ച് കൊണ്ട് വരച്ച് തീർക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇരുന്നത്. പക്ഷെ ബോറടിച്ചപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പൊതുവേ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഉള്ള വർക്കൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് ഞാൻ ചെയ്തു വെക്കുക. പിന്നെ ലാസ്റ്റിലേക്ക് ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥയായിരിക്കും. ഇതും സെയിം ഞാൻ അവിടെ വെച്ചു, പകുതി വരച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. ഇനി ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേദിവസം വരച്ചാലോ എന്ന് വെച്ചിട്ട്. പക്ഷെ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ കൊടുക്കുന്നുള്ളത് ഞാൻ ഉറപ്പിച്ച കാര്യമായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഞങ്ങൾ ഗുരുവായൂർ പോകാമെന്ന് പ്ലാൻ ഇട്ടത്. കഴിഞ്ഞ മാസം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റിയില്ല. എല്ലാം പാക്ക് ചെയ്ത് വെച്ചപ്പം പിന്നെ പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റാതെയായി. അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ കുറേ മുന്നേ പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അതേ എൻ്റെ കാര്യത്തിൽ നടക്കാറുള്ളൂ. എൻ്റെ ഫാമിലിയും എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ ഫാമിലിയും കൂടെയാണ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ പകുതി വരച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഈവനിങ് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുവരെ ടൈം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വ്രതമൊക്കെ എടുത്ത് വരയ്ക്കാൻ തുടങ്ങി. വരച്ച് കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല ടെമ്പറേച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് തോന്നി ഇന്ന് എനിക്ക് ഒരു പനി വരുന്ന എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ടൊരു ടാബ്ലറ്റ് ഇട്ടു. പക്ഷെ എന്നാലും എനിക്ക് വരയ്ക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല, ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഒട്ടും പറ്റാണ്ടായി, തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റും ബ്രഷും എല്ലാം കൂടെ പെറുക്കി കൂട്ടി ബാഗിൽ കുത്തി കയറ്റി. സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ, റൂമിൽ പോയിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ അമ്മൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ബാക്കിയില്ലാത്തൊന്നും ഇല്ലായിരുന്നു. അമ്മ എപ്പോഴും പറയുന്നു എൻ്റെ സ്ഥിരമായിട്ടുള്ള സ്വഭാവമാണത്. ഫ്രെയിമിന് ഞാൻ പിന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് അത് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത് തന്നെ ഒരു 7:30 ആയിട്ടുണ്ട്. എത്താൻ ലേറ്റായി, ഒരു 11:30 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് സമയം 12 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കവും ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണവും പിന്നെ പനിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഉപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ മുമ്പേ എനിക്ക് പനി വന്നത് ഒരു 3 വർഷം മുമ്പെയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ള കാര്യം നമ്മൾ അപ്പം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പല 8ൻ്റെ പണികളും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം. കൂടുള്ള ടീംസൊക്കെ അപ്പുറത്ത് കൂർക്കാൻ വലിച്ച് കിടന്നുറങ്ങാണ്. എനിക്കും കട്ടിൽ കയറി ചാടിപ്പോയി കിടന്നുറങ്ങാനാണ് സത്യം പറഞ്ഞാൽ തോന്നിയത്. പക്ഷെ പറ്റൂലല്ലോ, 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത്ര കുറച്ച് ടൈം കൊണ്ട് ഇത് വരയ്ക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് മൊത്തം നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു. ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു. ലൈറ്റ് ഇട്ട് വെച്ചുകൊണ്ട് പിന്നെ പിള്ളേർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെ വെറുപ്പിക്കാനും കൂടെ സഹിക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരുവിധം വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം 2 ആയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഫിനിഷിങ് വർക്കും കൂടി ഉള്ളായിരുന്നു. അതൊരു 10 മിനിറ്റ് കൊണ്ട് കഴിയും. എന്തായാലും ഞാനൊരു 1 അവർ കിടന്നുറങ്ങി. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് ബാക്കി വർക്കും കൂടെ ചെയ്തു. സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത്. എന്നാലും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാലും അല്ല. എവിടേക്കോ എന്തൊക്കെയോ ഇംപെർഫെക്ഷൻസ് ഉള്ള പോലെ എനിക്ക് തന്നെ തോന്നാം. എന്നാലും കുഴപ്പമില്ല, ഞാൻ വരച്ചെന്ന് സമാധാനിക്കാം. കൊടുക്കാൻ പറ്റുമല്ലോ, അതുതന്നെ വലിയൊരു കാര്യമാണ്.
കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും എണീക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 4 മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ എല്ലാവരും വായിന്നും ഓരോന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി. കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ എത്തി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്കും അവിടെയുള്ള ഒരാൾ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇവിടുന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളെ മുമ്പേ വന്നവരൊക്കെ അവിടുന്ന് ഫോട്ടോസ് എടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളെടുത്ത കറക്റ്റ് ടൈമിന് തന്നെ ആൾ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഡിലീറ്റ് ഫയൽസൊന്നും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. നിങ്ങളത് സോഷ്യൽ മീഡിയാസിലൊക്കെ അപ്ലോഡ് ചെയ്ത് വെറുതെ ഒരു ഇഷ്യൂ ആക്കാൻ നിൽക്കണ്ട, ആ കേസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളതിന് നിന്നിട്ടില്ല. എന്നാൽ ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണന് ഞാനത് സമർപ്പിച്ചു. ആ ഒരു ഫീലിംഗ് അത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്